ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നൊരു ഹെൽത്തി എനർജി ഡ്രിങ്കാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ദാഹവും ക്ഷീണവും വിശപ്പും ഒക്കെ മാറാനും അതുപോലെ തന്നെ നോമ്പ് തുറക്കാനും ഒക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. എനർജി ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടി 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. പാല് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് 8 ഈന്തപ്പഴം അല്ലെങ്കിൽ ഡേറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, 10 ബദാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഈന്തപ്പഴത്തിൻ്റെ കുരു ഒന്ന് കളഞ്ഞെടുക്കാം. അതിന് വേണ്ടി നമ്മളൊരു കത്തി എടുത്തത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യണം. ഇതിനകത്ത് കുരുണ്ട്. ഇതൊക്കെ അറിയാൻ മേത്തവർക്ക് വേണ്ടി കേട്ടോ. ഈ കുരു നമുക്കിങ്ങനെ മാറ്റാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ചൂട് പാല്, തിളച്ച പാല് നമുക്ക് കുറച്ച് ഒഴിച്ച് വെക്കാം. ഇതൊന്ന് മുങ്ങിക്കിടന്ന് കുതിരണം. ഇനി ഇത് അടച്ച് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം, കുതിരാൻ വേണ്ടിയാണ്. ഇനി ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ സബ്ജ ചേർത്ത് കൊടുക്കുക. സബ്ജ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ സബ്ജ എന്ന് പറയും, ഇംഗ്ലീഷിൽ ബാസിൽ സീഡ്സ് എന്ന് പറയും, പിന്നെ മലയാളത്തിൽ കാട്ടു തുളസിയുടെ അരി എന്ന് പറയും. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കുതിരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കുതിർന്നങ്ങ് പൊങ്ങും. നമ്മുടെ ചൗരിയൊക്കെ വെക്കുന്നവർ ഇതും അങ്ങ് കുതിർന്ന് പൊങ്ങും, സോഫ്റ്റ് ആവും. ഇത് നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം. 1/4 കപ്പ് ചവ്വരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് കുതിരാൻ വയ്ക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മണിക്കൂർ കുതിരാൻ മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ബദാമും ഈന്തപ്പഴം ഒക്കെ കുതിർന്നിട്ടുണ്ട് നല്ലപോലെ. ഇനി നമുക്കിത് ഈ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മളിതൊന്ന് അരച്ച് കൊണ്ടുവരട്ടെ, പിന്നെ ബാക്കി പാലൊഴിക്കാം. നമ്മൾ നല്ലപോലെ എല്ലാം കൂടെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിക്കാം. ബാക്കി പാലും കൂടെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 മണിക്കൂർ കുതിർത്ത ചവ്വരി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കാനാണ്. 1 മണിക്കൂറോ 2 മണിക്കൂറോ കുതിർന്നാലും കുഴപ്പമൊന്നുമില്ല, അത്രയും പെട്ടെന്ന് വെന്ത് കിട്ടും. 1 കപ്പ് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് വേവിച്ചെടുക്കാം. ഇളക്കി ഇളക്കി വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. നല്ല കണ്ണാടി പോലെ ആയി വരുന്ന വരെ നമ്മളിത് വേവിക്കണം. ചവ്വരി വെന്തിട്ടുണ്ട്. 15 മിനിറ്റ് നമ്മൾ ഇളക്കി വേവിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ചവ്വരി നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ല കണ്ണാടി പോലെ വന്നിട്ടുണ്ട്. ചവ്വരി വേവിച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സബ്ജ, അത് നമുക്ക് കുതിർന്നിരിക്കുകയാണ്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ ഈന്തപ്പഴം ചേർത്തത് കൊണ്ട് ഇതിന് ചെറിയ മധുരമുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഹെൽത്തി ഡ്രിങ്കായിട്ട് നമുക്ക് കുടിക്കാം. അതല്ല, മധുരം ഇഷ്ടമാണെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. അവരവരുടെ ഇഷ്ടം അനുസരിച്ച് മധുരം ചേർത്ത് കഴിക്കാം. പഞ്ചസാര ഓപ്ഷനില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കഴിക്കുക, അല്ലെങ്കിൽ ഇത് ഹെൽത്തി ഡ്രിങ്കായിട്ട് കുടിക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര 1/4 കപ്പ് ചേർത്ത് കൊടുക്കുക. ഇവിടെ എല്ലാവർക്കും മധുരം കുറച്ച് വേണം, അതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. ഇനി നമുക്കൊന്ന് ഇളക്കി റെഡിയാക്കാം.
ഇനി നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് കാഷ്നട്ട് ചെറിയ പീസുകളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് പിസ്ത അതും കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇത് നോമ്പ് തുറക്കുമ്പോഴും അതുപോലെ തന്നെ ക്ഷീണം ഉള്ളപ്പോഴും ഒക്കെ നമുക്കിത് തയ്യാറാക്കി ഏത് നേരം വേണേലും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു എനർജി ഡ്രിങ്കാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.